നമ്മളെല്ലാവരും ഒരുപാട് തവണ കൊടൈക്കനാലിലേക്ക് പോയിട്ടുണ്ടെങ്കിലും കൊടൈക്കനാലിൽ വണ്ടികളൊന്നും എത്തിപ്പെടാത്ത കൊടും കാടിനകത്തുള്ള നട്ടുച്ചക്ക് പോലും ഇതുപോലെ കോടയിൽ മൂടി നിൽക്കുന്ന ഈ ഒരു വില്ലേജിനെ കുറിച്ച് അധികം ആർക്കും അറിയില്ല കേട്ടോ. ഇതാണ് വെള്ളക്കവി. കൊടൈക്കനാലിലെ വട്ടക്കനാലിൽ നിന്നും 8 കിലോമീറ്റർ കൊടും കാടിനകത്തുകൂടെ ട്രക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു വില്ലേജിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുക. നമ്മളൊക്കെ ഇപ്പോൾ കാണുന്ന കൊടൈക്കനാലിനേക്കാളും 150 വർഷം മുമ്പുള്ള വില്ലേജാണ് വെള്ളകവി. അതുകൊണ്ട് തന്നെ ഓൾഡ് കൊടൈ എന്നുള്ള പേരിലും വെള്ളകവി അറിയപ്പെടുന്നുണ്ട്. വെറും 450 ആൾക്കാർ മാത്രമാണ് കേട്ടോ വില്ലേജിലുള്ളത്. വില്ലേജിലെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടൊരു സ്കൂൾ ഇവിടെ ഉണ്ട്. പക്ഷേ അത് 4ാം ക്ലാസ് വരെ മാത്രമാണുള്ളത്. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കൊടൈക്കനാൽ വരെ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുട്ടികൾ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് പൊതുവേ പഠിക്കാറില്ല. സംഭവം കൊടൈക്കനാലാണെങ്കിലും കൊടൈക്കനാലിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറൊക്കെ ഉള്ളൊരു വില്ലേജാണ് വെള്ളകവി. അതിലൊന്നാമത്തെ കാര്യം, ഈ വില്ലേജിൻ്റെ അകത്ത് വില്ലേജിൽ ആരും തന്നെ ചെരുപ്പിടാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളും ചെരുപ്പിടാതെയാണ് കേട്ടോ വില്ലേജിലേക്ക് കയറിയത്. വെറുതെ അവരുടെ ആചാരങ്ങൾ കളങ്കപ്പെടുത്താൻ പാടില്ലല്ലോ. ഗ്രാമത്തിൽ ഹോസ്പിറ്റൽ ഇല്ലാത്തത് കൊണ്ട് ഗർഭിണികളായ സ്ത്രീകൾ 7ാം മാസമാകുമ്പോൾ ഈ കാണുന്ന കാടും മലക്കെ താണ്ടി കൊടൈക്കനാലിലേക്ക് എത്തണം കേട്ടോ. ബാക്കിയുള്ളവരുടെ മാസം അവിടെയാണ് കഴിച്ചു കൂട്ടാറ്. ഇവിടെ 2 ക്യാമ്പ് സൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാമ്പ് ചെയ്യാനാണെന്നെങ്കിൽ വിളിച്ച് നോക്കി ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക. നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കൊടൈക്കനാലിൽ സ്ഥിരമായി പോകുന്ന പ്ലേസ് ഒന്നും അല്ലാതെ കുറച്ച് ട്രക്കിംഗ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വില്ലേജ് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവട്ടോ. പിന്നെ കൂടുതൽ ട്രാവൽ വീഡിയോസിനായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.